ഹലോ ഗൈസ് ആൻഡ് കോമിക്കല്ല. സോ ഗൈസ് നമ്മളിന്ന് പറയാൻ പോകുന്ന സീക്രട്ട് ഇൻവെൻഷൻ ട്രെയിലറുടെ ബ്രേക്ക് ഡൗൺ ആണ്. സോ ഗൈസ് അതിന് മുന്നേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാനുണ്ട്. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഓഡിയോ ക്ലിയർ ആണോ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മുടെ ഓഡിയോ അത്ര ക്ലിയർ അല്ലാതെ പലവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മൈക്ക് അത്ര നല്ലതല്ല. അത് ഞാൻ വരും ദിവസങ്ങൾ ഞാൻ പരിഹരിക്കുന്നതാണ്. സോ ഗൈസ് നമുക്കപ്പോൾ അധികം പറയാതെ നമുക്കിപ്പോൾ തന്നെ വീഡിയോയിലേക്ക് പോവാം. സീക്രട്ട് ഇൻവേഷൻ്റെ ട്രെയിലറെ പറ്റി നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മുടെ നിക് ഫ്യൂരിയാണ്. ആ ഒരു മനുഷ്യൻ എനിക്ക് തോന്നുന്നു 73 വയസ്സുണ്ട്. എന്നിട്ട് ആ ആളുടെ സ്ക്രീൻ പ്രസൻസ് നമ്മൾ സമ്മതിച്ച് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിലറിൽ ഏറ്റവും ഹൈലൈറ്റഡ് ഇരിക്കുന്നത് ആ നിക് ഫ്യൂരി എന്നൊരു ക്യാരക്ടറാണ്. അത് മാത്രമല്ല ആ സാമുവൽ ജാക്സൻ്റെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻ ആയാലും ലുക്ക് വൈസ് ആയാലും അടിപൊളിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സീക്രട്ട് ഇൻവെൻഷൻ ഞാൻ കാണാൻ തന്നെ മെയിൻ കാരണം തന്നെ ഈ നിക് ഫ്യൂരി ഉണ്ടായതുകൊണ്ടാണ്. കാരണം ആ ഒരു ട്രെയിലർ എടുത്തുകൊണ്ട് പോയ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയാൻ നമ്മുടെ ഏകദേശം എനിക്ക് വിൻ്റർ സോൾജർ വൈബ് അടിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു സ്പൈ ത്രില്ലർ പോലെ ഇതേപോലെ കിടിലൻ ട്വിസ്റ്റേഴ്സ് അടിച്ചൊക്കെ പോവുകയാണെങ്കിൽ എന്തായാലും വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ആയിരിക്കും മാർവലിൽ വരാൻ പോകുന്നത്. ഓപ്പണിംഗ് ഷോട്ട് തന്നെ നമ്മുടെ നിക് ഫ്യൂരി തന്നെ ടെലിപ്പോർട്ടേഷൻ വഴി നമ്മുടെ ഭൂമിയിൽ വരുന്നതാണ് കാണിക്കുന്നത്. ആ ടെലിപ്പോർട്ടേഷൻ എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ലിഫ്റ്റ് പോലെയൊക്കെ അവിടെ തുറക്കുന്ന നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. അവിടെ നിന്ന് നിക് ഫ്യൂരി ഇറങ്ങി വരുന്നതും കാണാം. എനിക്ക് തോന്നുന്നു നിക് ഫ്യൂരിയുടെ ഇത് ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ഭൂമിയിൽ വരേണ്ട സമയം. കാരണം 2019 നമ്മുടെ ഫാർ ഫ്രോമിൽ എന്താ കണ്ടേ, നിക് ഫ്യൂരി സ്പേസിലാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ ഭൂമിയിൽ നിക് ഫ്യൂരി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ശരിക്കും ഇപ്പം നല്ലൊരു ഡൗട്ടുണ്ട്, ഈ ഒരു കഥ നടക്കുന്നത് ശരിക്കും ബ്ലിപ്പ് സമയത്താണോ അതോ ഈ ബ്ലിപ്പ് കഴിഞ്ഞ് എൻ ഗെയിം കഴിഞ്ഞിട്ടാണോ സീക്രട്ട് ഇൻവെൻഷൻ ഒരു കഥ നടക്കണതെന്ന്. ശരിക്കും പറഞ്ഞാൽ ടൈമിലേയും അവിടെ എവിടെയൊക്കെ നല്ല ഒരു അടി കിട്ടുന്നുണ്ട്. സീരീസ് കണ്ടാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് കാലഘട്ടത്തിൽ നടക്കണമെന്ന്. ഇനി ഓൾറെഡി പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ബ്ലിപ്പ് സമയത്ത് എന്തൊക്കെ നടന്നു ഈ ഒരു TV സീരീസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പലവർക്കും ഡൗട്ടാണ് നമ്മൾ നിക് ഫ്യൂരി ബ്ലിപ്പ് സമയത്ത് ബ്ലിപ്പായി പോയോ അതോ ഇല്ലേ, അപ്പോൾ എൻ ഗെയിം സമയത്ത് നമ്മുടെ നിക് ഫ്യൂരി ജീവനോടെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് തന്നെയാണ്. അതിനുശേഷം നമ്മൾ നിക് ഫ്യൂരി ഒരു ബാർ തുറന്ന് കയറിപ്പോയാണ്. എനിക്ക് തോന്നുന്നത് ആ ലൊക്കേഷൻ കണ്ടിട്ട് അത് UK ആണെന്ന് തോന്നുന്നു. അതിനുശേഷം നമ്മൾ നിക് ഫ്യൂരി അവിടെ നിന്ന് ഇറങ്ങി വന്ന് നമ്മുടെ മറിയ ഹെലിൻ്റെ അടുത്ത് വന്ന് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ സംസാരം കണ്ടിട്ട് നിക് ഫ്യൂരി ഭൂമി വന്നിട്ട് ഒരുപാട് നാളായെന്ന് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു പോസിബിളി മറിയ ഹെൽ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ നിക് ഫ്യൂരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് തന്നെ. അത് കഴിഞ്ഞ ശേഷം ഇവർ തമ്മിൽ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് സംശയമുണ്ട്, നമുക്ക് ഒരുപാടൊക്കെ ഡൗട്ടുണ്ട്. കാരണം അവൾ ഇരിക്കുന്ന മറിയ ഹെല്ല് ശരിക്കും മറിയ ഹെല്ലാണോ അവ ഇനി സ്കൾസ് ആണോ? അപ്പോൾ യഥാർത്ഥ മറിയ നാൾ ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ഭൂമിയിൽ തന്നെ എന്താ 4 വർഷം നിന്നെ കോൾ ചെയ്തുകൊണ്ടിരുന്നത്, എന്നിട്ട് നീ അറ്റൻഡ് ചെയ്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്രയും നാൾ മറിയ ഹിൽ ഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്? അങ്ങനെയാണെങ്കിൽ ഫാർ ഫ്രം ഹോമിൽ വന്ന റിയൽ മറിയ ഹിൽ വന്നാൽ പോലെയായിരുന്ന, എന്തിനാണ് താലോസിൻ്റെ വൈഫ് വന്നത്? എല്ലാവർക്കും ഭയങ്കര ഡൗട്ടാണ് എനിക്കൊരുപ്പെടെ. ചിലപ്പോൾ നമ്മുടെ മറിയ ഹില്ലിനെ കണ്ടുപിടിച്ചാണ് നമ്മുടെ സ്കൾസ് ഭൂമി വന്ന് ഹയർ ഓഫീഷ്യലൊക്കെ കീഴ്പ്പെടുത്തി അവരെ ഭൂമി ഭരിക്കണമെന്ന്. ഇത് പ്രശ്നം തീരാൻ വേണ്ടി നമ്മുടെ നിക് ഫ്യൂരി തന്നെ, നമ്മുടെ യഥാർത്ഥ നിക് ഫ്യൂരി തന്നെ സ്പേസിൽ നിന്ന് ഭൂമിയിലോട്ട് വരാൻ ശ്രമിച്ചാണ്. അതിൻ്റെ ഒരു കൂടിക്കാഴ്ച ചിലപ്പോൾ ഈ ബാറി നടക്കുന്നതെന്ന് തോന്നുന്നു. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, ആർക്കറിയാം, ചിലപ്പോൾ ഈ മുമ്പിരിക്കുന്ന ഈ മറിയ ഹില്ലിനെ ചിലപ്പോൾ സ്കള്ളായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം അത് തന്നെയാണ് ഈ ഒരു സീക്രട്ട് ഇൻവെൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു ഹൈലൈറ്റ് തന്നെ അതാണ് സംഭവം. കാരണം ഓരോ എപ്പിസോഡും ഓരോ ക്യാരക്ടർ വന്ന് ഇങ്ങനെ സ്കള്ള അങ്ങനെ സംഭവിച്ചാലേ സീക്രട്ട് ഇൻവെൻഷൻ എന്നൊരു പേരിന് തന്നെ ഒരു അർത്ഥമുള്ളൂ. എനിക്ക് തോന്നുന്നു പോസിബിളി നമ്മുടെ സ്കൾസ് എല്ലാം ഭൂമി വന്നിട്ട് ഹയർ ഓഫീഷ്യനൊക്കെ ടേക്ക് ഓവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് അതുവഴി നമ്മുടെ ഭൂമി മൊത്തം കൺട്രോളാക്കാൻ നോക്കുന്നു. അപ്പോൾ അതിനൊരു സൂചിപ്പിക്കുന്ന ഒരു സീനാണ് നമ്മുടെ റോഡി പ്രസിഡൻറ്റിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ലീക്കായിരുന്നു മുമ്പ്. അതിനുശേഷം ഈ സ്കൾസ് തന്നെ നമ്മുടെ പ്രസിഡൻറ്റിനെ അറ്റാക്ക് ചെയ്തൊരു സീൻ നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ കഥ പോകുന്നത്. എനിക്ക് തോന്നുന്നു, ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു സീക്രട്ട് ഇൻവെൻഷൻ എന്ന ആ ഒരു ഇവൻറ്റ് സ്റ്റാർട്ടാവുന്നത് നമ്മൾ ഇംഗ്ലണ്ടിലായിരിക്കും, ലണ്ടൻ വെച്ചായിരിക്കും. കാര്യം പല സീൻസ് ലണ്ടനിൽ വെച്ചാണ്. ഈവൻ ആ പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി പോകുന്ന റോഡിയാണെങ്കിൽ പോലും അത് ലണ്ടനിൽ വെച്ചാണ് സംഭവിക്കുന്നത്. ആ ന്യൂസ് പേപ്പർ തന്നെ വ്യക്തമാണ്. ഈ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ചിലപ്പം നിക് ഫ്യൂരിയും താലോസിൻ്റെ കീഴിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്കള്ളും, അതുകൂടാതെ തന്നെ വേറൊരു ട്രെയിലറിൽ തന്നെ നമ്മുടെ താലോസിൻ്റെ നിന്ന് തന്നെ പെട്ടെന്ന് സ്കൾസായിട്ട് തന്നെ ട്രാൻസ്ഫോം ആവുന്നത്. ആ ഒരു റെസ്റ്റോറൻറ്റിലുള്ള എല്ലാവരും ആ സ്കൾസായിട്ട് ട്രാൻസ്ഫോം ആവുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറായിരിക്കും ചിലപ്പോൾ ഈ ഒരു സീരീസിൻ്റെ വില്ലനായിട്ട് വരാൻ പോകുന്നത്. കോമിക്സിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വില്ലനായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, ചാൻസ് ഇല്ല. കാരണം സീക്രട്ട് ഇൻവെൻഷൻ കോമിക്സിൽ ഈ ഒരു ക്യാരക്ടർ വില്ലനായിട്ട് അങ്ങനെ കോമിക്സ് അവിടെ എവിടെയും പറഞ്ഞിട്ടില്ല. എന്തായാലും കോമിക്സിൻ്റെ പോലെ അത്ര വലിയ ഇവൻ്റ് അല്ല സീക്രട്ട് ഇൻവെൻഷൻ. MCയിലോട്ട് വരപ്പം ജസ്റ്റ് ഒരു ഇവൻറ്റ് മാത്രമാണ്, വലുതായിട്ടൊന്നും അങ്ങനെ കാണിച്ചിട്ടില്ല. എന്നാലും കോമിക്സിനുള്ള നല്ല പെട്ടെന്ന് ഓരോ നമുക്ക് അറിയാനുള്ള പല ക്യാരക്ടേഴ്സും സ്കൾസ് ആണെന്ന് പെട്ടെന്ന് ഇങ്ങനെ ട്വിസ്റ്റ് അടിച്ച് പോകുന്നതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ് തന്നെ. അതേപോലെ നമ്മുടെ എമിലിയ ക്ലാർക്കിനെ ട്രെയിലറിൽ പല സീൻസിലും കാണാൻ സാധിക്കുന്നത്. ചിലപ്പം എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നിക് ഫ്യൂരിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്കൾ മെമ്പർ ആയിരിക്കാം.
അല്ലെങ്കിൽ ചിലപ്പം ഒരു ട്വിസ്റ്റ് അടിച്ച് ചിലപ്പം എമിലിയ ക്ലാർക്കിനെ പോലെ അത്രയും വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടറിനൊക്കെ കാസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ഒരു എന്താണ് സ്കള്ളിൻ്റെ ഒരു ക്വീനായിട്ടൊക്കെ വേണമെങ്കിൽ കാസ്റ്റ് ചെയ്യാം, പറയാൻ പറ്റത്തില്ല. സീരീസ് ഇറങ്ങിയാൽ കാരണം മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു ചിലപ്പം അങ്ങനെ വല്ലതും ആയിരിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിക് ഫ്യൂരിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു സ്കൾ മെമ്പർ ആയിരിക്കാം. അതും നമുക്ക് തള്ളിക്കറിയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു സീക്രട്ട് ഇൻവേഷൻ സ്റ്റാർട്ട് ആവുന്ന ലണ്ടനിൽ വെച്ചായി. ലണ്ടൻ, യൂറോപ്പ്, അങ്ങനെ പല പല കൺട്രീസിൽ കൊണ്ടിട്ട് അമേരിക്കയിലുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ DODC കാണുന്ന ഒരു പർട്ടിക്കുലർ ഷോട്ടിൽ തന്നെ. അപ്പോൾ എന്തായാലും പല പല രാജ്യത്തും കൂടെയാണ് ഈ സീക്രട്ട് ഇൻവേഷൻ സ്റ്റോറി പറഞ്ഞു പോകുന്നത്. അതിനുശേഷം ഒരു പുതിയൊരു ഷോട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ നിക് ഫ്യൂരി തന്നെ നമ്മുടെ ജെയിംസ് റോഡ്സിനെ കാണാൻ വേണ്ടി വരുന്നതും ഇവർ തമ്മിൽ സംസാരിക്കുന്നില്ല. നമ്മുടെ ജെയിംസ് റോഡ് സംസാരിക്കുന്ന കേട്ടോ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ സ്കൾസിനെ പറ്റിയറിയാം. എനിക്ക് തോന്നുന്നു ചിലപ്പം ജെയിംസ് റോഡിന് മനസ്സിലാക്കി കാണും സ്കൾസ് ഉണ്ടെന്ന്. കാരണം ആ ഒരു ഇംഗ്ലണ്ടിൽ അറ്റാക്ക് കാരണം അത് തന്നെ ചിലപ്പം ആർക്കറിയാം, ചിലപ്പം ജെയിംസ് റോഡ്സ് തന്നെ ചിലപ്പോൾ സ്കള്ളാണെന്ന് ചിലപ്പം പറഞ്ഞൊരു ട്വിസ്റ്റിനെ പൊട്ടിക്കാൻ സാധ്യതയുണ്ട്. അത് വന്നാൽ കിട്ടില്ലായിരിക്കും. അതിനുശേഷം പിന്നെ നമ്മുടെ വേറൊരു ഷോട്ടിൽ നമ്മുടെ മറിയ ഹിൽ ഗണ്ണും കൊണ്ട് ആരെയും നോക്കുന്ന ഒരു സീനുണ്ട്. അതിനുശേഷം പിന്നെ പെട്ടെന്ന് ടക്കെന്ന് കാണിക്കുന്ന എമിലിയ ക്ലാർക്കിനാണ്. ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് മാച്ച് ആവുന്നില്ലെങ്കിലും ഒരു പക്ഷേ ചിലപ്പോൾ അവിടെ എമിലിയ ക്ലാർക്കിൻ്റെ ഒരു ക്യാരക്ടറോടെ വന്ന് നിൽക്കുന്നതായിരിക്കും ചിലപ്പോൾ കാണിക്കുന്നത് തന്നെ. ഒരു പക്ഷേ ചിലപ്പോൾ ആ പ്രസിഡൻ്റുള്ള ആ ലണ്ടൻ അറ്റാക്കിന് ശേഷമായിരിക്കും നമ്മൾ ജെയിംസ് റോഡ്സിന് മനസ്സിലാവുന്ന സ്കൾസാണ് ആ അറ്റാക്ക് ചെയ്തത്. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമ്മുടെ നിക് ഫ്യൂരി അവിടെ എന്താ സംഭവിച്ചത് അപ്പോൾ ചോദിക്കാനായിരിക്കും അവിടെ ചെന്ന് നേരെ എത്തിയത്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ നിക് ഫ്യൂരി നമ്മുടെ ജെയിംസ് റോഡ് സമയം മീറ്റ് ചെയ്തത്. കറക്റ്റായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം സീരീസ് ഇറങ്ങിയാലേ ഇതിൻ്റെ വാസ്തവം എന്താ മനസ്സിലാണ്. അതുപോലെ നമ്മൾ നിക് ഫ്യൂരിയെ പോലെ ഒരു ലേഡി ക്യാരക്ടറെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നമ്മുടെ അമേരിക്കയിലെ DODC ഷീൽഡ് എന്നൊരു ഓർഗനൈസർ പോലെ നമ്മുടെ ലണ്ടനിലുള്ള ഒരു ഓർഗനൈസർ ആയിരിക്കും. അത് മാത്രമല്ല ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഒരാളെ ടോർച്ചർ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു ടോർച്ചർ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു സ്കൾസ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ടോർച്ചർ ചെയ്യുന്നത് തന്നെ. സോ ഗൈസ്, എനിക്ക് ഇത്ര മാത്രം കാര്യങ്ങൾ എനിക്ക് സീക്രട്ട് ഇൻവേഷൻ എന്ന ട്രെയിലർ എനിക്ക് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. മാത്രമല്ല നമുക്ക് എന്തൊക്കെ ഞാൻ കണ്ടെത്തിയ പോലും പൊട്ടത്തരമായിരിക്കും, പറയാൻ പറ്റത്തില്ല. നമുക്ക് കൃത്യമായി എന്താണ് മനസ്സിലാവണമെങ്കിൽ ആ സീക്രട്ട് ഇൻവേഷൻ എന്നൊരു TV സീരീസ് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ ഗൈസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടോ? താഴെ കമന്റ് ചെയ്യുക. സോ ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.